ഹലോ ഫ്രണ്ട്സ്, എഫ് ഗുരു മലയാളത്തിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർച്ച് മാസം വരാറായി. ഒരു സാമ്പത്തിക വർഷം കൂടെ തീരാറായി. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് നമുക്ക് നികുതി ലാഭിക്കാനുള്ള 9 രഹസ്യങ്ങളെക്കുറിച്ച് നോക്കാം. നിങ്ങളുടെ പണം നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. നികുതി ലാഭിക്കൽ എന്നത് പലർക്കും ഒരു വലിയ തലവേദനയാണ്. കഠിനാധ്വാനം ചെയ്ത് സമ്പാദിക്കുന്ന പണം നികുതിയായി പോകുന്നത് ആർക്കും ഇഷ്ടമായിരിക്കില്ലല്ലോ. എന്നാൽ നമ്മുടെ പക്കലുള്ള ചില രഹസ്യങ്ങൾ ഉപയോഗിച്ച് നികുതിയിൽ നിന്ന് ഒരുപാട് പണം ലാഭിക്കാൻ സാധിക്കും, അതും നിയമപരമായി. നമ്മൾ പലരും കരുതുന്നത് നികുതി ലാഭിക്കാൻ 80C സെക്ഷൻ മാത്രമേ ഉള്ളൂ എന്നാണ്. പക്ഷേ അത് തെറ്റായ ഒരു ധാരണയാണ്. 80C കൂടാതെ നമുക്ക് നികുതി ലാഭിക്കാൻ സഹായിക്കുന്ന ഒരുപാട് മാർഗങ്ങളുണ്ട്. ഈ വഴികളെല്ലാം കൂടി ഉപയോഗിച്ചാൽ നമുക്ക് ഓരോ സാമ്പത്തിക വർഷത്തിലും 4 ലക്ഷം രൂപ വരെ നികുതി ലാഭിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നികുതി ലാഭിക്കാനുള്ള 9 രഹസ്യങ്ങളൊന്ന് നോക്കാം. 1. NPS നാഷണൽ പെൻഷൻ സ്കീം വിരമിക്കലിനും നികുതി ലാഭത്തിനും. സെക്ഷൻ 80CC(d) 1B 80Cയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പരമാവധി ഇളവെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് അപ്പുറത്ത് 50,000 രൂപ വരെ ദേശീയ പെൻഷൻ സിസ്റ്റം NPSൽ നിക്ഷേപിച്ച് നികുതിയിൽ നിന്ന് ഒഴിവാക്കാം. ഈ തുക 80CC(d) 1B സെക്ഷൻ പ്രകാരമാണ് നികുതിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നത്. NPS ഒരു ദീർഘകാല നിക്ഷേപ പദ്ധതിയാണ്. ഇത് നിങ്ങളുടെ വിരമിക്കൽ ഫണ്ട് നിർമ്മിക്കുന്നതിനും സഹായിക്കും. 2. ആരോഗ്യ ഇൻഷുറൻസ് ആരോഗ്യവും നികുതി ലാഭവും. സെക്ഷൻ 80D നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കായി എടുക്കുന്ന ആരോഗ്യ ഇൻഷുറൻസിന്റെ പ്രീമിയത്തിൽ നിന്ന് 25,000 രൂപ വരെ നികുതിയിൽ നിന്ന് ഒഴിവാക്കാം. നിങ്ങളുടെ മാതാപിതാക്കൾ മുതിർന്ന പൗരന്മാരാണെങ്കിൽ ഈ തുക 50,000 രൂപയായി വർദ്ധിക്കും. ഇത് 80D സെക്ഷൻ പ്രകാരമാണ്. ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുന്നത് ഭാവിയിൽ ഉണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെ നമ്മെ സംരക്ഷിക്കുന്നതിനൊപ്പം നികുതി ലാഭിക്കാനും സഹായിക്കും. 3. വിദ്യാഭ്യാസ വായ്പ പഠനവും നികുതി ലാഭവും. സെക്ഷൻ 80E നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ എടുക്കുന്ന വിദ്യാഭ്യാസ വായ്പയുടെ പലിശയിൽ നിന്ന് നമുക്ക് നികുതിയിൽ നിന്ന് ഒഴിവാക്കാം. ഈ ഇളവിന് ഒരു പരിധിയുമില്ല. 80E സെക്ഷൻ പ്രകാരമാണ് ഈ ഇളവ് ലഭിക്കുന്നത്. ഇത് ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിനുള്ള സാമ്പത്തിക ബാധ്യത കുറയ്ക്കുന്നതിനൊപ്പം നികുതി ലാഭിക്കാനും സഹായിക്കും. 4. ഹോം ലോൺ സ്വന്തം വീടും നികുതി ലാഭവും. സെക്ഷൻ 24(b) ഒരു ഹോം ലോൺ എടുത്താൽ അതിന്റെ പലിശയിൽ നിന്ന് 2 ലക്ഷം രൂപ വരെ നികുതിയിൽ നിന്ന് ഒഴിവാക്കാം. ഇത് 24(b) സെക്ഷൻ പ്രകാരമാണ്. ഇത് നമ്മുടെ സ്വന്തം വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനൊപ്പം നികുതി ലാഭിക്കാനും സഹായിക്കും. 5 സംഭാവനകൾ നന്മ ചെയ്യുക നികുതി ലാഭിക്കുക. സെക്ഷൻ 80G അംഗീകൃത ചാരിറ്റബിൾ ഓർഗനൈസേഷനുകൾക്ക് നൽകുന്ന സംഭാവനകൾ നമുക്ക് നികുതിയിൽ നിന്ന് ഒഴിവാക്കാം. 80G സെക്ഷൻ പ്രകാരമാണ് ഈ ഇളവ് ലഭിക്കുന്നത്. സമൂഹത്തിന്റെ ഉന്നമനത്തിനായി നമ്മൾ ചെയ്യുന്ന സേവനങ്ങളും നികുതി ലാഭിക്കാനുള്ള ഒരു മാർഗമായി മാറും. 6. സേവിങ്സ് അക്കൗണ്ട് ലാഭം നേടുക നികുതി ഒഴിവാക്കുക. സെക്ഷൻ 80TTA സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് ലഭിക്കുന്ന പലിശയിൽ നിന്ന് പ്രതിവർഷം 10,000 രൂപ വരെ നികുതിയിൽ നിന്ന് ഒഴിവാക്കാം. മുതിർന്ന പൗരന്മാർക്ക് ഈ തുക 50,000 രൂപയായി വർദ്ധിക്കും. 80TTA സെക്ഷൻ പ്രകാരമാണ് ഈ ഇളവ്. ഇത് നിങ്ങളുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം നികുതി ലാഭിക്കാനും സഹായിക്കും. 7. ആദ്യ വീട് വാങ്ങൽ സ്വപ്നം സാക്ഷാത്കരിക്കുക നികുതി ലാഭിക്കുക. സെക്ഷൻ 80EEA ആദ്യമായി വീട് വാങ്ങുന്നവർക്ക് ഹോം ലോൺ പലിശയിൽ നിന്ന് അധികമായി 1.5 ലക്ഷം രൂപ വരെ നികുതിയിൽ നിന്ന് ഒഴിവാക്കാം. 80EEA സെക്ഷൻ പ്രകാരമാണ് ഈ ഇളവ്. ഈ ഇളവ് ലഭിക്കുന്നതിന് വീടിന്റെ വില 45 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. 8. അംഗപരിമിതരുടെ പരിചരണം മനുഷ്യത്വവും നികുതി ലാഭവും. നമ്മുടെ കുടുംബത്തിൽ അംഗപരിമിതരായ ആളുകളുണ്ടെങ്കിൽ അവരുടെ പരിചരണത്തിനായി നൽകുന്ന ചെലവുകൾ നമുക്ക് നികുതിയിൽ നിന്ന് ഒഴിവാക്കാം. 80DD സെക്ഷൻ പ്രകാരമാണ് ഈ ഇളവ് ലഭിക്കുന്നത്. 9. വീട് വാടക അലവൻസ് വാടകയും നികുതി ലാഭവും. സെക്ഷൻ 1013A നിങ്ങൾ വാടക വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്തു നിന്നുള്ള ദൂരമനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് വീട് വാടക അലവൻസ് അഥവാ ഹൗസ് റെന്റ് അലവൻസ് HRA ലഭിക്കുന്നുണ്ടാകും. ഈ HRAയിൽ നിന്ന് നിങ്ങൾക്ക് നികുതി ലാഭിക്കാം. HRA ലാഭിക്കുന്നതിന് നിങ്ങൾ വാടക നൽകുന്നതിന്റെ തെളിവുകൾ, അതായത് വാടക രസീത്, വാടക കരാർ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ നഗരത്തിലെ ശരാശരി വാടകയും HRA ലാഭിക്കുന്നതിന് പരിഗണിക്കപ്പെടുന്നു. ഈ രീതികളെല്ലാം കൂടി ഉപയോഗിച്ച് നിങ്ങൾക്ക് വർഷം തോറും 4 ലക്ഷം രൂപ വരെ നികുതി ലാഭിക്കാം. എന്നാൽ ഏത് രീതിയാണ് നിങ്ങൾക്ക് അനുയോജ്യമെന്നറിയാൻ ഒരു സാമ്പത്തിക ഉപദേഷ്ടാവിനെ സമീപിക്കുന്നത് നല്ലതായിരിക്കും. ഓർമ്മിക്കുക, നികുതി ലാഭിക്കൽ എന്നത് നമ്മുടെ പണം നമ്മുടെ കയ്യിൽ സൂക്ഷിക്കാനുള്ള ഒരു മാർഗമാണ്. അതോടൊപ്പം നമ്മുടെ സാമ്പത്തിക ഭാവി സുരക്ഷിതമാക്കാനും ഇത് സഹായിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി. Disclaimer. This information is for general guidance only. Consult a tax professional for personalized advice.